പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നാം ഇന്ന് ലോകത്തിൽ കാണുന്ന ഒരു പ്രതിഭാസം മറ്റ് ക്രിസ്തീയ വിഭാഗത്തിൽപ്പെട്ടവരും ക്രൈസ്തവരല്ലാത്തവരും കത്തോലിക്ക സഭയിലേക്ക് ഒരു വലിയ തള്ളൽ, ഒരു ഒഴുക്കാണ് കാണുന്നത്. എന്താണതിന് കാരണം? കത്തോലിക്ക സഭ, റോമൻ കത്തോലിക്ക സഭ എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. കാതോലികം എന്ന് പറഞ്ഞാൽ സാർവത്രികം എന്നാണ്. എല്ലായിടത്തും വ്യാപിച്ചു കിടക്കുന്ന, എല്ലാവരെയും ഉൾക്കൊള്ളുന്ന, എല്ലാവർക്കും വേണ്ടി രക്തം ചിന്തിയ യേശു കർത്താവായുള്ള ആ കൂട്ടായ്മ. എന്തുകൊണ്ട് ആളുകൾ അങ്ങോട്ട് റഷ് ചെയ്യുന്നു? കണിശമായിട്ട് ഇപ്പോൾ കത്തോലിക്ക പള്ളി എന്ന് പറയുന്നത് റോമിലാണ്. യഥാർത്ഥത്തിൽ അത് ജെറൂസലേമിലാകേണ്ടതാണ്, ആയേക്കാം ഒരിക്കൽ. അത് സ്ഥലകാല അതീതമായിട്ട് നിലകൊള്ളുന്ന ഒന്നാണ്. ഇപ്പോൾ അത് റോമിലാണെന്ന് മാത്രം. നമ്മൾ അതിൻ്റെ അർത്ഥം മനസ്സിലാക്കാൻ മത്തായി 16-ാം അധ്യായം 16-ാം വചനം വായിക്കണം. അതായത് ചെസറിയ ഫിലിപ്പിയിൽ വച്ച് അപ്പസ്തോലന്മാരോട് കർത്താവ് ചോദിച്ചു, ഞാൻ ആരാണെന്നാണ് ജനങ്ങൾ പറയുന്നത്? അവർ പറഞ്ഞതൊക്കെ അവർ പറഞ്ഞു. അപ്പോൾ അവരോട് നേരിട്ട് ചോദിച്ചു, ഞാൻ ആരാണെന്നാണ് നിങ്ങൾ പറയുന്നത്? അപ്പോൾ എല്ലാവരുടെയും ഒരു പ്രതിനിധിയായിട്ട് ശിമയോൻ പത്രോസ് പറഞ്ഞു, അതെ, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണ്. ഹല്ലേലൂയ. ആ വാക്കിന് ഒത്തിരി അർത്ഥമുണ്ട്. ഏറ്റുപറയാണ് യേശുക്രിസ്തു ആരാണ്. അപ്പോൾ ഈശോ പറഞ്ഞ വാക്ക്, ജോനായുടെ പുത്രനായ ശിമയോനേ, നീ ഭാഗ്യവാൻ. അപ്പോൾ അവൻ്റെ ആദ്യത്തെ പേരായിരുന്നു എൻ്റെ ജോനായുടെ പുത്രനായ ശിമയോൻ. പിന്നീട് അവൻ പാറയാകുന്നത്. ഹല്ലേലൂയ, നീ ഭാഗ്യവാൻ. അടുത്ത വചനം ശ്രദ്ധിക്കണം. മാംസരക്തങ്ങളല്ല, സ്വർഗസ്ഥനായ എൻ്റെ പിതാവാണ് നിനക്ക് ഇത് വെളിപ്പെടുത്തി തന്നത്. മത്തായി 16-17. ഇവിടെ നമ്മൾ ഓർക്കണം, ഒരു വചനം കൂട്ടിച്ചേർത്ത് വായിക്കണം. 1 കൊരിന്ത്യർ 15:50. മാംസരക്തങ്ങൾക്ക് ദൈവരാജ്യം അവകാശപ്പെടുത്തുക സാധ്യമല്ല. അപ്പം തിരുസഭ എന്ന് പറഞ്ഞാൽ, കത്തോലിക്ക സഭ എന്ന് പറഞ്ഞാൽ, മാംസരക്തങ്ങൾ കൊണ്ട് എന്ന് പറഞ്ഞാൽ ഭൗമികമായി ഉണ്ടാക്കപ്പെട്ടത് അല്ല, പിന്നെ അഭൗമികമായി അതിസ്വാഭാവികമായി ഉണ്ടായതാണ് എന്ന് ചുരുക്കം. ഇവിടെയാണ് നമ്മൾ കാണുന്ന മനുഷ്യന് രണ്ട് പ്രകൃതിയുണ്ട്. ദൈവപ്രകൃതിയുണ്ട്, അതുപോലെ തന്നെ മനുഷ്യപ്രകൃതി. നമ്മളെല്ലാം മനുഷ്യരിൽ നിന്നുണ്ടായി. അവിടെ നമുക്ക് ഒരു ശരീരമുണ്ട്. അതുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ 1 കൊരിന്ത്യർ 15:44 പറയുന്നത്, നമുക്കൊരു ഭൗമിക ശരീരമുണ്ടെങ്കിൽ ആധ്യാത്മിക ശരീരവുമുണ്ട്. അപ്പോൾ ആധ്യാത്മികമായി ജനിച്ചതാണ് നമ്മൾ ജ്ഞാനസ്ഥാനത്തിലൂടെ, പരിശുദ്ധാത്മാവിലൂടെ ജനനം. അപ്പോൾ അതിലൂടെ നമ്മൾ യേശുവിനോട് ഐക്യപ്പെട്ടു. ദുരാശ മൂലം ലോകത്തിൽ ഉണ്ടാകുന്ന വിനാശത്തിൽ നിന്ന് രക്ഷപ്പെട്ട് ദൈവിക സ്വഭാവത്തിൽ പങ്കുചേരുക. ഇതാണ് ക്രിസ്തീയ ജീവിതത്തിൻ്റെ ഒരു ആദർശം, ഒരു ഭാഗം. 2 പത്രോസ് 1:4. അപ്പോൾ ഈ ലോകത്തിൽ നിന്ന് വേർതിരിക്കപ്പെട്ട്, രക്തത്താൽ വേർതിരിക്കപ്പെട്ട്, ശുദ്ധീകരിക്കപ്പെട്ട്, അതിനോട് അടരാടി ദൈവസ്നേഹത്തിൽ ദൈവിക സ്വഭാവത്തിലറിയിക്കാൻ. അപ്പോൾ ഒരു ക്രിസ്ത്യാനിക്ക് ദൈവിക സ്വഭാവവും മാനുഷിക അതേ സ്വഭാവമുണ്ട്. ഇനിയും നമുക്കറിയാം ആരാണ് രക്ഷിക്കപ്പെട്ടവർ. വസ്തുത്തിൽ ചെസറിയ ഫിലിപ്പിയിൽ വെച്ച് അപ്പസ്തോലന്മാർ ഏറ്റുപറഞ്ഞപ്പോഴാണ് അവർ രക്ഷിക്കപ്പെട്ടവരായി തീർന്നത്. റോമ 10:9-10 നമ്മൾ വായിക്കുന്നുണ്ടല്ലോ, യേശു കർത്താവാണെന്ന് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിക്കുകയും ചെയ്യുന്ന ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷ പ്രാപിക്കും. അപ്പോൾ രക്ഷ പ്രാപിച്ചവരുടെ കൂട്ടായ്മയാണത്. അപ്പോൾ നമുക്ക് കാണാൻ സാധിക്കും, ഇത് മനുഷ്യനിർമ്മിതമല്ല. അപ്പോൾ നമുക്ക് മറ്റ് സഭകൾ, ഇതര സഭകൾ മനുഷ്യനിർമ്മിതമാണെന്ന് കാണാൻ പറ്റും. അപ്പോൾ അഭൗമികമായി അതിസ്വാഭാവികമായി ദൈവം സ്ഥാപിച്ച ഒന്നാണ് കത്തോലിക്ക സഭ. പിന്നീട് മനുഷ്യൻ വിവിധ കാരണങ്ങളാൽ
അതിന് വേർപെട്ട് മനുഷ്യൻ അത് സ്ഥാപിച്ച സഭകൾ. അതാണ് മറ്റു സഭകൾ. അതിൽ ചിലതൊക്കെയാണ് തിരിച്ച് അത് വന്ന് കത്തോലിക്ക സഭയോട് കൂടിച്ചേർന്നത്. പ്രിയപ്പെട്ട, ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന സത്യമെങ്കിലും ഞാൻ ഒന്നുകൂടെ പറയുകയാണ്. ഇനിയും ഈശോ യോഹന്നാൻ എഴുതിയ സുവിശേഷം 6-ാം അധ്യായത്തിൽ പറഞ്ഞ വചനം 6:37, പിതാവിനിക്ക് നൽകുന്നവരെല്ലാം എൻ്റെ അടുത്ത് വരും. ഹല്ലേലൂയ. അപ്പോൾ കത്തോലിക്ക സഭയിലായിരിക്കുന്നവരാരാണ്? പിതാവ് നൽകിയ മക്കൾ, പിതാവിൻ്റെ മക്കൾ. പിതാവ് നൽകിയവരെയാണ് അവിടെ സ്വീകരിച്ചിരിക്കുന്നത്. ഇനി പിതാവിൽ നിന്ന് വരം ലഭിച്ചാലല്ലാതെ എൻ്റെ അടുക്കലേക്ക് വരാൻ ആർക്കും സാധ്യമല്ല. ഇതൊരു സൗജന്യ ദാനമാണ്. 6:65 യോഹന്നാൻ വളരെ വ്യക്തമായിട്ട് അത് പറയുന്നുണ്ട്. ഇനിയും അത് വളരെ എന്തുകൊണ്ട് ജനങ്ങൾ ഇതിലേക്ക് ആകർഷിക്കപ്പെടുന്നു ഇന്ന്? അവരൊന്നും ഇതറിയത്തില്ലാത്തവരായിരിക്കാം, ബൈബിൾ വായിക്കാത്തവരുമായിരിക്കാം. എങ്കിലും യേശുവിൻ്റെ ആ ശരീരത്തിൽ നിന്ന്, യേശുവിൽ നിന്ന് പ്രസരിക്കുന്ന ആ പ്രകാശ പ്രസരണങ്ങൾ ഈ ലോകത്തിലുണ്ട്. ആ കൃപ ഇവിടെയുണ്ട്. ആ കൃപ ആകർഷിക്കുകയാണ്. ആ കൃപ പിതാവിൽ നിന്നുള്ള കിട്ടുന്നതാണ് യേശുവിന്. അപ്പം അതിലേക്ക് ആകർഷിച്ച് പിതാവിൻ്റെ മക്കളായി തീരുകയാണ്. ഞാൻ സ്വർഗത്തിൽ നിന്ന് വന്നത് എന്നെ അയച്ച പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റാനാണ്. എനിക്ക് നൽകിയവരിൽ ഒരുവനെ പോലും ഞാൻ നഷ്ടപ്പെടുത്താതെ അന്ത്യദിനത്തിൽ ഉയർപ്പിക്കുമെന്നതാണ് എന്നെ അയച്ചവൻ്റെ ഇഷ്ടം. 6:38-39 യോഹന്നാൻ നമ്മൾ വായിക്കുന്നു. അപ്പോൾ മനുഷ്യനറിയാം ഈ സഭയിലാണെങ്കിൽ ഒരിക്കൽ നഷ്ടപ്പെട്ടു പോവുകയില്ല എന്ന്. അതിന് കാരണമുണ്ട്. നരക കവാടങ്ങൾ അതിജീവിക്കയിൽ നിന്നുള്ള വാഗ്ദാനം ചെസ്രയ ഫിലിപ്പ് വെച്ച് കൊടുത്തു. ദുഷ്ടൻ അവനെ തൊടുകില്ല. യഥാർത്ഥത്തിൽ യേശുവിനെ വിളിക്കപ്പെട്ട് കത്തോലിക്കരായി ജീവിക്കുന്നവർ. ഹല്ലേലൂയ. ഇനിയും പിതാവ് അത് അങ്ങനെക്ക് ദാനമാണെന്ന് കർത്താവ് പറയുന്നു. ഞാനായിരിക്കുന്നിടത്ത് അത് ഇവരുമായിരിക്കണമെന്ന് കർത്താവെ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് പ്രാർത്ഥിക്കുന്ന യോഹന്നാൻ എഴുതിയ സുവിശേഷം 6-ാം അധ്യായം വളരെ ഹൃദയസ്പർശകമാണ്. പിതാവേ, ഇവർ എനിക്ക് അങ്ങ് നൽകിയ ദാനമാണ്. ദി ആർ ഗിഫ്റ്റ്സ്. അത് മലയാളം ബൈബിളിൽ പറഞ്ഞിട്ടില്ല. അങ്ങ് നൽകിയ ദാനം. ദീസ് ആർ ഗിഫ്റ്റ് ടു മീ. അങ്ങ് എനിക്ക് നൽകിയവർ ഞാനായിരിക്കുന്നിടത്ത് എന്നോടത്തായിരിക്കണമെന്ന് എനിക്ക് ഇഷ്ടം. എൻ്റെ മഹത്വം അവർ കാണണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. പിതാവിനോട് അഭ്യർത്ഥിച്ച് പ്രാർത്ഥിക്കുന്നതാണ് ആ ഭാഗം. ആ ഗശമനി പ്രാർത്ഥിച്ചായിരിക്കാം പ്രാർത്ഥന. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, അത് ഈ ആളുകളായ നമ്മൾ, അതായത് യേശുവിലേക്ക് പിതാവിനാൽ ആകർഷിക്കപ്പെട്ട നമ്മൾ സഭ അംഗങ്ങൾ ആണെന്ന് പറയും. ഇനിയും ഈ സഭാംഗങ്ങൾ ആര്? നിങ്ങൾ ക്രിസ്തുവിൻ്റെ ശരീരവും ഓരോരുത്തരും അതിലെ അവയവങ്ങളുമാണ്. 1 കൊരിന്ത്യർ 12:24. സഭയാകുന്ന ശരീരത്തിൻ്റെ ശിരസ് യേശുവാണ്. ഹല്ലേലൂയ. മപ്പപ്പായോ മത്താനോ വികാരിച്ചനോ അല്ല. ഹല്ലേലൂയ. ഈ സഭയുടെ അധികാരി അത് ആ കർത്താവാണ്. നമ്മൾ അത് വ്യക്തമായിട്ട് അത് വായിക്കുന്നുണ്ടല്ലോ. കൊളോസ്യർ 1:15, 1 കൊരിന്ത്യർ 12:27. നാം അവയവങ്ങൾ, ഈശോയുടെ കൈയും കാലും തലയും എല്ലാമാണ് നമ്മൾ. അപ്പോൾ നമ്മൾ അവിഭാജ്യ ഘടകം ആണ് ഈശോയുടെ ശരീരത്തിൻ്റെ. അപ്പോൾ ആ സ്വർഗത്തിൽ പിതാവിൻ്റെ വലതുഭാഗത്ത് ഈശോ ഇരിക്കുന്നു. ആത്മാവിലൂടെ യേശുവിടെ ലോകത്തിൽ വസിക്കുന്നു. ആ വസിക്കുന്നവരുടെ കൂട്ടായ്മയാണ് കത്തോലിക്ക സഭ. ആത്മാവിനൂടെ അവനോട് കൂട്ടിച്ചേർക്കപ്പെട്ടവർ. ഹല്ലേലൂയ. ഇനിയും അവിടെ വെച്ച് ആ വാഗ്ദാനം കൊടുത്തപ്പോൾ ആ കെസാരിയ ഫിലിപ്പിയിൽ വെച്ച് പറഞ്ഞത്, നരക കവാടങ്ങൾ അതിനെതിരെ പ്രബലപ്പെടുകയില്ല. സ്വർഗത്തിൻ്റെ താക്കോൽ ഞാൻ നിനക്ക് തരും. ഭൂമി കെട്ടുന്നതെല്ലാം സ്വർഗത്തിലും കെട്ടപ്പെടും. അത് ഭൂമി അഴിക്കുന്നതെല്ലാം അഴിക്കപ്പെടും എന്ന്. മാത്രമല്ല നമുക്ക് കാണാൻ സാധിക്കും ഈ ശക്തി പിന്നീട് കാണാൻ സാധിക്കും. ഒന്നുകൂടി ഊന്നിപ്പറഞ്ഞ് പരിശുദ്ധാത്മാവ് ഊരിക്കൊണ്ട് കൊടുക്കുന്നത്. യോഹന്നാൻ 10-ാം അധ്യായം 20-ാം അധ്യായം കർത്താവ് 22-23 പറയുന്നത്, അവരുടെ മേൽ നിശ്വസിച്ചുകൊണ്ട് പറഞ്ഞു, നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവിൻ. നിങ്ങൾ ആരുടെ പാപങ്ങൾ ക്ഷമിക്കുന്നുവോ അവ അവരോട് ക്ഷമിക്കപ്പെട്ടിരിക്കും.
ആരുടെ പാപങ്ങൾ ബന്ധിക്കുന്നുവോ ബന്ധിക്കപ്പെട്ടിരിക്കും. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, മനുഷ്യൻ്റെ ഏറ്റവും വലിയ പ്രശ്നം പാപമാണ്. ആത്മീയ, മാനസിക, ശാരീരിക, ഭൗമിക തലത്തിലെ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം പാപമാണ്. പാപം ഉന്മൂലനം ചെയ്താൽ മാത്രമേ മറ്റ് പ്രശ്നങ്ങൾ തീരൂ. ഇത് നേരിട്ട് അറിയുന്നതോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ആത്മാവിലൂടെ ജനങ്ങൾക്കെല്ലാം അറിയാം. അതുകൊണ്ട് ആളുകൾക്കെല്ലാം സന്തോഷം. കത്തോലിക്ക സഭയിൽ ആധികാരികമായി കർത്താവ് നൽകിയ അധികാരത്തിലൂടെ നിൻ്റെ പാപങ്ങൾ ക്ഷമിച്ചിരിക്കുന്നൊരു വൈദികൻ പറയുന്നു എന്നുള്ളത് ഇത് വലിയ കാര്യമാണ്. എത്ര പ്രൊട്ടസ്റ്റന്റുകാരനോട് പറഞ്ഞിട്ടുള്ളത്. ഞങ്ങളുടെ എങ്ങും സഭകളിൽ പറയുന്നില്ല, ആരും നിശ്ചയമായിട്ട് നിൻ്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നുവെന്ന്. ആ തളർവാദ രോഗിയോട് കർത്താവ് പറഞ്ഞ അതേ വാക്ക്. നാം ഇന്ന് പാപത്തിൽ തളർന്നിരിക്കുന്നവരാ, പാപം കൊണ്ട് ക്യാൻസർ വന്നവരാ, ക്യാൻസർ കൊണ്ട് എല്ലാ രോഗങ്ങളും ഉള്ളവരാണ്. ഈശോ നമ്മളെ നോക്കിയാൽ പറയേണ്ടത് നിൻ്റെ പാപങ്ങൾ ക്ഷമിച്ചിരിക്കുന്നു. ഇത് ഏറെ പേരെ കത്തോലിക്ക സഭയിലേക്ക് ആകർഷിക്കുന്നുണ്ട് എന്നത് സത്യമാണ്. കാരണം എല്ലാ പ്രശ്നങ്ങൾക്കും കാരണമായ പാപം കത്തോലിക്ക സഭയിൽ മാറ്റിയെടുക്കാൻ കഴിയും. മാത്രമല്ല, പാപത്തിൻ്റെ ഹേതു പിശാചാണ്. പാപം ചെയ്യുന്നവൻ പിശാചിനുള്ളവനാണ്. 1 യോഹന്നാൻ 3:8. അതിൽ നിന്നുള്ള മോചനം, പിശാച് നമ്മളെ തൊടുകയില്ല. പിന്നെയോ നമ്മൾ യേശുവിൻ്റെ ആളുകൾ ആയിരിക്കും. ഈ അധികാരം നമുക്കറിയാം. കർത്താവ് പറഞ്ഞു, എല്ലാ അധികാരവും ഭൂമിയിലുള്ള അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ഈ അധികാരമാണ് സഭയ്ക്ക് ഈശോ കൊടുത്തിരിക്കുന്നത്. അതാണ് ഈ താക്കോൽ എന്ന് പറഞ്ഞാൽ അത് അധികാരമാണല്ലോ, അത് ഓർമ്മിപ്പിക്കുന്നതും പഠിപ്പിക്കുന്നതും. മാത്രമല്ല, ഈ സഭയാണ് ഔദ്യോഗികമായി വിശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ആ സഭയിലെ അംഗങ്ങളായ അവയവങ്ങളായ നമ്മൾ വിശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നു. ഞാൻ എന്നെ തന്നെ വിശുദ്ധീകരിക്കുന്നു, അവരും എന്നിലൂടെ വിശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നു. യോഹന്നാൻ 17:19 പറയുന്നതാണ്. അതെ, തൻ്റെ മുമ്പാകെ സ്നേഹത്തിൽ പരിശുദ്ധരും നിഷ്കളങ്കരുമായിരിക്കുവാൻ ലോകസ്ഥാപനത്തിന് മുമ്പ് തന്നെ അവിടെ നമ്മെ ക്രിസ്തുവിൽ തിരഞ്ഞെടുത്തു. ഹല്ലേലൂയ. ഇതാണ്, ഈ തിരഞ്ഞെടുപ്പാണ് നമുക്ക് ലഭിക്കുന്നത്. മാത്രമല്ല, ആ ശക്തിയിൽ യേശുവിനോട് ചേർന്നിരിക്കാൻ സാധിക്കുന്നു. കത്തോലിക്ക സഭ മാത്രമാണ് നമ്മൾ ഓർക്കണം, വിശുദ്ധ കുർബാനയിൽ യേശു സജീവനായി സാന്നിധ്യം ചെയ്യുന്നുവെന്ന് വിശ്വസിക്കുന്നവർ. മറ്റവരൊക്കെ വേറെ തരത്തിലുള്ള വിശദീകരണങ്ങൾ. ഈശോ പറഞ്ഞു, ഇതെൻ്റെ ശരീരമാകുന്നു, ഇതെൻ്റെ രക്തമാകുന്നു. അതിപ്പോഴും ഓരോ വൈദികൻ്റെ നാവിലൂടെ ഓരോ വരിയിലും പറയപ്പെടുന്നു. നമുക്കറിയാം, അപ്പോൾ ആ അപ്പം അച്ഛൻ്റെ ശരീരമല്ല ആയി മാറുന്നത്, ഈശോയുടെ പുതിയ ശാസ്ത്രീയ പ്രകാരം കുരിശിൽ പിടഞ്ഞു മരിച്ചവൻ്റെ ഹൃദയത്തിൻ്റെ പേശിയായി മാറുന്നു. അതുപോലെ അവൻ്റെ രക്തത്തിൻ്റെ ഗ്രൂപ്പായി AB പോസിറ്റീവ് ഗ്രൂപ്പ്. ഇതിൽ കൂടി എന്താണ്? അപ്പോൾ ഈശോ കൂടെയുള്ള ഒരു സമൂഹം, അതാണ് കത്തോലിക്ക സമൂഹം. ഈശോയുടെ പേര് എമ്മാനുവേൽ, ദൈവം നമ്മോട് കൂടെയുണ്ട്. വെറുതെ ശൂന്യവായുവിലല്ല, വെറുതെ ആത്മാവിലല്ല, പിന്നെ ശാരീരികമായി സന്നിധാനം ചെയ്യുന്നു നമ്മോടൊത്ത്. ഇതാണ് വിശുദ്ധ ബലി, വിശുദ്ധ കുർബാന. വിശുദ്ധ കുർബാനയെ പറ്റിയുള്ള എൻ്റെ പ്രസംഗങ്ങളൊക്കെ നിങ്ങൾ കേട്ടിട്ടുമുണ്ട്. ഇതാണ് കത്തോലിക്ക സഭ. ഇതുകൊണ്ടാണ് ജനങ്ങൾ റഷ് ചെയ്യുന്നത്. ഇത് നേരിട്ട് പരോക്ഷമായിട്ടോ അറിഞ്ഞുകൊണ്ട് ആത്മാവിൻ്റെ ഒരു പ്രചോദനം, ആത്മാവിൻ്റെ ഒരു ആകർഷണം, ഞാൻ പറയും അത് ആത്മാവിൻ്റെ പ്രസരണം എന്ന്. അതുകൊണ്ടാണ് എന്താണെന്ന് എനിക്കറിഞ്ഞുകൂടാ. അച്ഛൻ കത്തോലിക്കനാണോ? അതെ, എനിക്കും കത്തോലിക്ക സഭയിൽ ചേരണം. എൻ്റെ ധ്യാനത്തിൽ കൂടുന്നവരെന്നെ കാണുന്നവരൊക്കെ യൂറോപ്പിൽ പറയാറുണ്ട്, അവരൊരു വിശാൽ പ്രൊട്ടസ്റ്റന്റ് സഭയിലാണ്. ഒടുവിൽ അവർ ചേരും. എല്ലാ ധ്യാനങ്ങളിലും ചേരുന്നവരുണ്ട്. നേരിട്ട് കത്തോലിക്ക സഭയെ പറ്റി മുഴുവൻ അറിഞ്ഞിട്ടല്ല. എൻ്റെ കൂടെ എൻ്റെ ധ്യാനങ്ങൾ സംഘടിപ്പിക്കുന്ന പലരും നേരത്തെ പ്രൊട്ടസ്റ്റന്റ് ആയിരുന്നു, ഇന്ന് അവർ കത്തോലിക്കരായി. കാരണം കത്തോലിക്ക സഭയുടെ അർത്ഥം പൂർണ്ണമായി ഗ്രഹിക്കുന്നു. ഇത് പരിശുദ്ധാത്മാവ് നൽകുന്ന ദാനമാണ്. ഹല്ലേലൂയ. ഇത് ഞാൻ പറഞ്ഞതുകൊണ്ട് കത്തോലിക്ക സഭയിലുള്ളവരെല്ലാവരും ഈ വിശുദ്ധിയിലാണെന്നോ പരിശുദ്ധരാണെന്നോ തിരഞ്ഞെടുക്കപ്പെട്ടവരാണെന്നോ ഞാൻ പറയില്ല. കത്തോലിക്ക സഭയിൽ തന്നെ ധാരാളം പേർ വിജാതിയേക്കാൾ മോശമായി ജീവിക്കുന്നവരുണ്ട്. ഞാനീ പറയുന്നത് ഉത്തമ കത്തോലിക്കർ എന്നാണ്. ഹല്ലേലൂയ.
എന്ന് പറഞ്ഞാൽ പിതാവിനാൽ ആകർഷിക്കപ്പെട്ട് യേശുവിനോടൊത്ത് യേശു തിരഞ്ഞെടുക്കപ്പെട്ടവർ, യേശുവിൻ്റെ ശരീരത്തിൻ്റെ ഭാഗമായിരിക്കുന്നവർ, യേശുവിൻ്റെ കൃപകളും ദാനങ്ങളും ഉള്ളവർ, മറ്റുള്ളവരെയും ആ യേശുവിലേക്ക് ആകർഷിക്കുന്നവർ. അതൊക്കെയാണ് സഭയുടെ പ്രത്യേക വിശേഷങ്ങൾ. അതിൻ്റെ ഏറ്റവും കേന്ദ്രം നമുക്കറിയാം 7 കൂരാശകൾ. ഏറ്റവും പ്രധാനപ്പെട്ടത് പാപമോചനത്തിലുള്ള ആ അധികാരം, യേശുവിൻ്റെ ശരീരവും രക്തവും തിന്നാനും കുടിക്കാനുള്ള അവസരം, വിശുദ്ധ കുർബാന. ഇത് മറക്കരുത്. ഇത് നമ്മൾ വെളിപ്പെടുത്തി പ്രസംഗിച്ചേ മതിയാവും, ജനങ്ങൾ മനസ്സിലാക്കിയേ മതിയാവും. ഓരോ മനുഷ്യൻ്റെയും, ജാതിയനായാലും വിജാതിയനായാലും ക്രിസ്ത്യാനിയാണെങ്കിലും അല്ലെങ്കിലും ഹൃദയത്തിൽ ആഗ്രഹമുണ്ട് ദൈവത്തോടുകൂടി ഒന്നായിരിക്കുവാൻ. പാപത്തോടുകൂടി ദൈവത്തെ കാണാനോ ദൈവത്തോടുകൂടി ആയിരിക്കാനോ സാധ്യമല്ല എന്ന് എല്ലാവർക്കും അറിയാം. ഈ പാപമോചനത്തിനായിട്ട് നദിയിൽ പോയി കുളിച്ചെന്ന് വരാം, ഒരു പക്ഷെങ്കിൽ പലവിധ ആചാരങ്ങളും കർമ്മങ്ങളും ചെയ്തുകൊണ്ട് വരാം. എന്നാൽ പാപമോചനത്തിനായിട്ട് രക്തം ചിന്തിയ ഒരു വ്യക്തിയേ ഉള്ളൂ, അത് യേശു ക്രിസ്തുവാണ്. ആ രക്തത്തിൻ്റെ ആ കഴുകലാണ് ലഭിക്കുന്നത് ഓരോ കുമ്പസാരത്തിലും. ഹല്ലേലൂയ. എനിക്കറിയാം അത് വളരെ ആകർഷണീയം ആണ്. നമുക്ക് ഈശോയോട് നന്ദി പറയാം, സ്തോത്രം പറയാം. എന്നെ കേൾക്കുന്ന നിങ്ങൾ പലരും കത്തോലിക്കലാണ്. ഇനി കത്തോലിക്കലാണോ കർത്താവ് പറയുന്ന രീതിയിലും ആഗ്രഹിക്കുന്ന പ്രകാരമെന്ന് നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് നമുക്ക് നമ്മോട് തന്നെ ചോദിക്കാം. നമുക്ക് കൂടുതൽ കാതോലികം ആകാൻ ശ്രമിക്കാം. അത് ഞാനൊരു കത്തോലിക്ക സഭ ഒരു ഭാഗമായി കണ്ടുകൊണ്ട് പറയുന്നതല്ല, പിന്നെ ആത്മാവിൽ ഉജ്ജ്വലിക്കുന്ന ദൈവത്തിൻ്റെ മക്കൾ മാത്രമല്ല, യേശുവിൻ്റെ സ്വന്തം, യേശുവിൻ്റെ ശരീരത്തിലെ അവിഭാജ്യ ഘടകങ്ങൾ, യേശുവിനോട് ഒരിക്കലും വേർപെടുത്താനാവാത്ത വിധം അവിടുത്തെ ശരീരവും രക്തമായി ഒന്നായിരിക്കുന്നവർ. ഇത് നമുക്ക് ഉണ്ടായിരിക്കട്ടെ. ഈ അവസാന നാളുകളിൽ അപ്രകാരമുള്ളവരെയാണ് കർത്താവ് ഒന്നിച്ചു കൂട്ടുന്നത്. ആമേൻ. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. നിങ്ങളോരോരുത്തരെയും കർത്താവിനർപ്പിച്ച് ഞാൻ ആശീർവദിക്കുന്നു, അനുഗ്രഹിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. ധാരാളം പേർ അത് യേശുവിൻ്റെ ശരീരത്തിലേക്ക് ഒഴുകാനായിട്ട്. യേശുവിൻ്റെ ശരീരമാണ് കത്തോലിക്ക സഭ. ആരെന്തെല്ലാം എതിർത്ത് അതിലെ ആചാര്യന്മാർ മോശമാണെന്ന് പറഞ്ഞാലും സഭ മനുഷ്യൻ്റെ അല്ല. ബലിയെപ്പറ്റി ഞാൻ പലയിടത്തും പറഞ്ഞു, ബലിയും ഈശോയുടെ ബലിയാണ്, വൈദികൻ്റെയോ മെത്താൻ്റെയോ അല്ല. ഈശോ അനുദിനം നമുക്കായി ബലിയർപ്പിക്കുന്നു. ഇത്ര മനോഹരമായ അഭൗമികമായ ആത്മീയമായ ഒരു കൂട്ടായ്മ, ഭൗമികമല്ല, മനുഷ്യൻ ഉണ്ടാക്കിയതല്ല, മനുഷ്യനിൽ ഉണ്ടാക്കിയതുമല്ല, മാംസരക്തങ്ങളിൽ അല്ല, പിന്നെയോ പിതാവിൻ്റെ വരത്തിൽ, പിതാവിൻ്റെ കൃപയിൽ, പിതാവിൻ്റെ അനുഗ്രഹത്തിൽ. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ആമേൻ.